ഹായ് ആൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഒരുപാട് പേര് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടമാനം ആളുകൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഉപരി കുറേ ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് ആളുകളുണ്ട് ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പേടിയുള്ള ആളുകളുണ്ട്. അവർക്ക് മ്യൂച്വൽ ഫണ്ട്സ് ആണ് എല്ലാവരും അഡ്വൈസ് ചെയ്യാറ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിന് പുറമെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ETF ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ കീപ് വാച്ചിങ്. ആദ്യം തന്നെ എന്താണ് ഈ ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു കോൺസെപ്റ്റാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. കുറേ സെലിബ്രിറ്റീസൊക്കെ മ്യൂച്വൽ ഫണ്ട് സെഹി ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഡ്സ് വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെപ്പോലെ ഉള്ള ചെറിയ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കൂടി ചെറിയ എമൗണ്ട് വെച്ചിട്ട് കൂട്ടിയിട്ട് അതൊക്കെ കൂടെ സമാഹരിച്ചിട്ട് ഒരു AMC കമ്പനി, അതായത് ICICI Prudential, അതുപോലെ തന്നെ HDFC AMC, അങ്ങനത്തെ AMC കമ്പനികൾ അത് ഒരു ഫണ്ടിലേക്ക് ഇട്ടിട്ട്, ഒരുമിച്ച് ഒരു കോമൺ ഫണ്ടിലേക്ക് ഇട്ടിട്ട് ഒരു സെറ്റ് ഓഫ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു AMC കമ്പനിക്ക് പല പല സ്കീംസ് ഉണ്ടാവും. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ടാവും, ഡെറ്റ് ഫണ്ട്സ് ഉണ്ടാവും. ഇക്വിറ്റി ഫണ്ട്സിൽ തന്നെ മൾട്ടി ക്യാപ് ഫണ്ട് ഉണ്ടാവും, അതേപോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ഷെയർസ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്മോൾ ക്യാപ് കമ്പനീസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഏത് ഷെയറാണ് നല്ലത് എന്നറിയാത്ത ഒരാളാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ, ഇപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഈ AMC കമ്പനിയിലെ ഫണ്ട് മാനേജർ സെലക്ട് ചെയ്യുന്ന 15ഓളം കമ്പനീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. റിസ്ക് കുറവാണ്. അപ്പോൾ അതാണ് ഈ മ്യൂച്വൽ ഫണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഉള്ള ഒരു ഫണ്ടാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്, ETF എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ സെയിം ആണ്. ഒരു ഉദാഹരണം പറയുന്നത്, നമുക്കിത് ഒരു ETF ആയിട്ട് കൂട്ടാം. ഇതൊരു ചെറിയൊരു പെൻ ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണേണ്ട എൻ്റെ കയ്യിലൊരു മാർക്കർ ഉണ്ട്, സ്റ്റേപ്ലർ ഉണ്ട്. പെൻ ഹോൾഡറിൽ ഞാൻ സ്റ്റേപ്ലർ ഇടാറുണ്ട്. സ്റ്റേപ്ലർ ഉണ്ട്, വൈറ്റ്നർ ഉണ്ട്. അപ്പോൾ ഈ പെൻ ഹോൾഡറിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഓരോ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പേന മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഒരു ETF ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന അസറ്റ്സ് പല ടൈപ്പ് അസറ്റ്സാണ്. ഇത് മൊത്തത്തിൽ ഒരു വിലയുണ്ട്. അപ്പോൾ അതാണ് ETF. ETF എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബാസ്ക്കറ്റ് ഓഫ് അസറ്റ്സ്. മ്യൂച്വൽ ഫണ്ടായിട്ട് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ AMC കമ്പനിക്കാണ് പോകുന്നത്. ICICI Prudential പോലത്തെ AMC കമ്പനീസിൽ പോയിട്ട് ആ AMC കമ്പനീസ് ഈ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പകരം നമുക്ക് യൂണിറ്റാണ് തരുന്നത്. പക്ഷേ ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്കൊരു ബാസ്ക്കറ്റ് ഓഫ് അസറ്റ്സ് പോലെ തന്നിട്ട് പിന്നീട് നടക്കുന്ന ട്രാൻസാക്ഷൻ എല്ലാം ആളുകൾ തമ്മിലാണ്. അതായത് ETF ഫോം ചെയ്തതിന് ശേഷം അത് മാർക്കറ്റിൽ ലിസ്റ്റാവും. നമ്മൾ സാധാരണ ഷെയർസ് വാങ്ങിക്കുന്നത് പോലെ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഷെയർ വാങ്ങിക്കണമെങ്കിൽ എനിക്ക് എന്താ ചെയ്യാം, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ടൈമിൽ എനിക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഷെയർ ഇന്ന വിലയ്ക്ക് ബൈ ചെയ്യാം. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ് ETF എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ബേസിക്കലി രണ്ടും സെയിം ആണ്, പക്ഷേ ചില ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ETF എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ETF-ഉം ഷെയർസും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ETF-ന് അതേപോലെ തന്നെ ഷെയർസിന് രണ്ടും മാർക്കറ്റ് ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, ബൈ ചെയ്യുക, സെല്ല് ചെയ്യാം. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് അത് നടക്കില്ല. മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം AMC കമ്പനീസിന് പോയിട്ട് AMC കമ്പനി ആ പൈസയും വെച്ചിട്ട് ആ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ഓരോ NAV വാല്യൂ ആയിട്ട് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ തരുള്ളൂ. അത് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞാൽ എനിക്കത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസമാണ് പൈസ തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കില്ല മ്യൂച്വൽ ഫണ്ട്സിന്, പക്ഷേ ഷെയർസിനും അതേപോലെ തന്നെ ETF-നും അത് നടക്കും. പിന്നെ
സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഒരു ഇന്ന വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് ഓർഡർ ഇടാൻ പറ്റും ETF-നും ഷെയർസിനും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് പർച്ചേസ് നടക്കുന്നത് എക്സ്ചേഞ്ച് ത്രൂ ആണ്. ഓക്കെ, ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഞാൻ ബൈ ചെയ്യുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യണത് ആ AMC കമ്പനിയിൽ നിന്നായിരിക്കും. ETF-ഉം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ETF-ഉം മ്യൂച്വൽ ഫണ്ട്സും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവേഴ്സിഫൈ ചെയ്യും. ഓക്കെ, ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പല അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് കുറവാണ്. പക്ഷേ ഷെയർസ് അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ടാറ്റ മോട്ടോഴ്സിന് ഒരു ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് എന്തെങ്കിലും റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വില കുറയും. പക്ഷേ ETF അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ അസറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്കുള്ള അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം താഴെ പോയാലും ബാക്കിയുള്ളതിൻ്റെ ഇത് നമുക്ക് കിട്ടും. മ്യൂച്വൽ ഫണ്ട്സിലും ETF-സിലും അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ETF-ലും അതേപോലെ തന്നെ ഷെയർസിലും നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാം, രാവിലെ വാങ്ങിച്ച് ഈവനിങ് വിൽക്കാം. ഓക്കെ, പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിൽ അങ്ങനെ സമ്മതിക്കില്ല. മ്യൂച്വൽ ഫണ്ട്സിൽ അത് പോസിബിൾ അല്ല. ഇനി പിന്നെ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സും ഈ എക്സ്ചേഞ്ച് ത്രൂ ബൈയിങ്ങും സെല്ലിങ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ETF-ഉം മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, മ്യൂച്വൽ ഫണ്ടിൽ എക്സിറ്റ് ലോഡ് ഉണ്ട്. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാനത് ഡീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യും. പക്ഷേ ETF-ൽ അങ്ങനെയല്ല. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇതില്ല, അതായത് ബ്രോക്കറേജ് ഫീസ് വരില്ല. ഇപ്പോൾ നമ്മൾ ഇത്ര വോളിയത്തിന് വാങ്ങിച്ചാൽ ഇത്ര ബ്രോക്കറേജ് ഫീ അങ്ങനത്തെ ഒരു ഫീസ് വരുന്നില്ല. പക്ഷേ ETF അല്ലെങ്കിൽ ഷെയർസിൽ നമ്മുടെ ബ്രോക്കർ ഏതാണോ അവരുടെ ബ്രോക്കറേജ് ഫീ വരും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ETF-ൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത് രണ്ട് ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ്. ഓക്കെ, പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു AMC കമ്പനിയാണ് അതെടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പകരം യൂണിറ്റ്സ് തരുന്നു. അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ AMC കമ്പനി അതിൻ്റെ അടിയിലുള്ള ഷെയർസ് സെല്ല് ചെയ്തിട്ട് പൈസ നമുക്ക് തരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിൻ്റെ, ഓക്കെ, സാധാരണ നമ്മൾ എക്സ്ചേഞ്ചിൽ കൂടെ വാങ്ങിക്കുന്ന ഒരു ഷെയറിൻ്റെയും മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും രണ്ടും കൂടിയുള്ള ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു യൂണിറ്റാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റാണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്പ് ETFs ഉണ്ട്. ഓക്കെ, ഇക്വിറ്റി ETFs ഉണ്ട്. ഇക്വിറ്റി ETFs എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാസ്ക്കറ്റ് ഓഫ് ETF ബാസ്ക്കറ്റിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഇക്വിറ്റി അഥവാ ഷെയർസാണ്. അതേപോലെ തന്നെ വേൾഡ് ഇൻഡെക്സസ് ETF ഉണ്ട്. നമുക്കറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സെൻസെക്സും നിഫ്റ്റിയും, അതേപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങൾക്കും പല സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. നാസ്ഡാക്ക് ഉണ്ട്, ഹാങ്സെങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട്. ആ എക്സ്ചേഞ്ചസിൻ്റെ ആ ഇൻഡെക്സ് നമുക്കറിയണ പോലെ നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ 50 ടോപ്പ് ഇന്ത്യൻ സ്റ്റോക്സ് പോലെ തന്നെ ആ എക്സ്ചേഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കമ്പനീസിലുണ്ടാവും. ആ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF നമുക്ക് ഇന്ത്യയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിനാണ് വേൾഡ് ഇൻഡെക്സസ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇക്വിറ്റി ETF, പിന്നെ വേൾഡ് ഇൻഡെക്സസ് ETF, പിന്നത്തെ ഗോൾഡ് ETF. ഗോൾഡ് ETF-നെ കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇടാം, കാണുന്നവർക്ക് കാണാം. ഗോൾഡ് ഫണ്ട്, ഓക്കെ, അതായത് ഈ ETF-ൻ്റെ അകത്ത്, ഈ ബാസ്ക്കറ്റിൻ്റെ അകത്ത് ഗോൾഡ് എന്ന് പറഞ്ഞ അസറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ ഈ ETF-ൻ്റെ യൂണിറ്റിൻ്റെ വില കൂടും. അതേപോലെ തന്നെ ഗോൾഡിൻ്റെ വില കുറയുമ്പോൾ ഈ ETF-ൻ്റെ യൂണിറ്റിൻ്റെ വില കുറയും. അതേപോലെ തന്നെ ഡെറ്റ് ETF എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി പോലെ തന്നെ കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ETF-നാണ് ഡെറ്റ് ETF. 4 ടൈപ്പ്: ഇക്വിറ്റി ETF, ഡെറ്റ് ETF, വേൾഡ് ഇൻഡെക്സസ് ETF, അതേപോലെ തന്നെ ഗോൾഡ് ETF. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് മ്യൂച്വൽ ഫണ്ടായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മ്യൂച്വൽ ഫണ്ടിന് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ് ഉണ്ട്. അത് യൂഷ്വലി ആ ഫണ്ടിൻ്റെ സൈസ് അനുസരിച്ചായിട്ട്, ഇപ്പോൾ 5000 കോടി സൈസുള്ള ഫണ്ടാണെങ്കിൽ അതിനിപ്പോൾ യൂഷ്വലി 1.5% ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷേ ETF എന്ന് പറഞ്ഞാൽ ഇത് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടല്ല. ഫണ്ട് മാനേജറിന് ആദ്യം അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെൻസ് റേഷ്യോ മ്യൂച്വൽ ഫണ്ടിൻ്റെ 1/3 ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഇതിൻ്റെ ഒരു ETF-ൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ പ്രൈസ് എപ്പോഴും റിയൽ ടൈമാണ്. മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആകുമ്പോൾ ആ ETF-ന് ഇന്ന വില എന്നുള്ള ഒരു ഷുവർ തിങ് ഉണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിന് അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ട്സിന് എല്ലാ ദിവസവും കഴിയുമ്പോഴാണ് അതിൻ്റെ NAV വാല്യൂ ഇതാവുന്നത്, ഡിക്ലെയർ ചെയ്യണത്. പിന്നെ റിയൽ ടൈം ട്രേഡിംഗ് പോസിബിൾ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ എക്സിറ്റ് ഫീ എന്ന് പറഞ്ഞൊരു ഫീസ് മ്യൂച്വൽ ഫണ്ട്സിനുണ്ട്, പക്ഷേ ETF-ന് ഇല്ല. പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇതിന് ഒരു മാർക്കറ്റ് റിസ്ക് ഉണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ അസറ്റ്, ആ ETF ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റ് താഴെ പോവുകയാണെങ്കിൽ ഈ ETF-ൻ്റെ പ്രൈസും എഫക്റ്റ് ആവും. ഓക്കെ, പിന്നത്തെ ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്കിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എറർ ഉണ്ട്. അതായത് എപ്പോഴും ഈ ETF-ൻ്റെ അടിയിൽ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സിൻ്റെ പ്രൈസ് ഇപ്പോൾ കൂടുകയാണെങ്കിലും നമ്മുടെ ETF-ൻ്റെ യൂണിറ്റിൻ്റെ വില കുറവായിരിക്കും. ഓക്കെ, അത് കാരണം വേറെ ഒന്നുമല്ല. ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ETF-ന് കുറേ ഫീസ് ഉണ്ട്, ട്രാൻസാക്ഷൻ ഫീസ്, എക്സ്പെൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരു കോസ്റ്റ് വരും. അപ്പോൾ ആ കോസ്റ്റ് കറക്റ്റായിട്ട് മാച്ചായി പോകില്ല, എപ്പോഴും ഒരു എറർ സംഭവിക്കും. അപ്പോൾ അത് കാരണമാണ് ഈ ട്രാക്കിംഗ് എറേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഒരു ലിമിറ്റ് വരെ ട്രാക്കിംഗ് എറേഴ്സ് പെർമിസിബിൾ ആണ്. അപ്പോൾ അത് വിഷയമാക്കേണ്ട കാര്യമില്ല. പിന്നെ ലിക്വിഡിറ്റി റിസ്ക് ഉണ്ട്. ലിക്വിഡിറ്റി റിസ്കിന് എപ്പോഴും പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശരിയാ ബീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ETF ഉണ്ട്. ആ ETF-ൽ എപ്പോഴും ബയറും സെല്ലറും തമ്മിൽ ഉള്ള പ്രൈസ് ഡിഫറൻസ് വളരെ അധികമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിക്വിഡിറ്റി കുറവാണ്, അതായത് വോളിയം കുറവാണ്. നമ്മൾ പെട്ടെന്ന് സെല്ല് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ മാർക്കറ്റ് പ്രൈസിന് സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ ബയർ ചെറിയ വിലയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വോളിയം കുറവായതുകൊണ്ട് പ്രൈസും ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു റിസ്ക്കും ഈ ETF-നുണ്ട്. അപ്പോൾ ഈ പല ടൈപ്പ് ETF അത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ETF വാങ്ങിക്കാൻ പറ്റും. ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സായ അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ ജെറോദയിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ETF പർച്ചേസ് ചെയ്യാം. അപ്പോൾ സാധാരണ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക്, മ്യൂച്വൽ ഫണ്ട് ഉള്ളവർക്ക് ഷോർട്ട് ടേമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ETF നല്ല ഒരു ടൂളാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ETF ആണെന്ന് ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് NSEയുടെ വെബ്സൈറ്റാണ്. ഇപ്പോൾ NSEയുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഏതൊക്കെ ETF ആണ് NSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കണതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 4 കാറ്റഗറീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റി, ഗോൾഡ്, വേൾഡ് ഇൻഡസസ്, ഡെറ്റ്. അപ്പോൾ ഇക്വിറ്റി നമുക്ക് എടുത്ത് നോക്കാം. ഇക്വിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റിയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ETFs ഒക്കെ കാണാൻ പറ്റും. ഇഷ്യൂർ നെയിം എന്നുള്ളത് ഏത് AMC കമ്പനിയാണ് ഈ ETF ഡീൽ ചെയ്യണത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റിലയൻസ് നിപ്പൺ ലൈഫ് ആസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ETF. അപ്പോൾ നിഫ്റ്റി ബീസിൻ്റെ ETF-ൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 130 റുപ്പീസാണ്. അപ്പോൾ നേരത്തെ ആ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഒരു യൂണിറ്റിന് അറൗണ്ട് 85 ആയിരുന്നു. അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോപ്പ് 50 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് 50 മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസിലാണ്. അപ്പോൾ ഇതാണ് നിഫ്റ്റി ബീസ്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സ്റ്റോക്സ് അല്ല, ETF നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ കോഡ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ M100 മോട്ടിലാൽ ഓസ്വാളിൻ്റെ മോസ്റ്റ് ഷെയർസ് M100 എന്ന് പറയുന്നിട്ടുള്ളൊരു ഇതാണ്. അവരുടെ വെബ്സൈറ്റിലൊക്കെ ലിങ്ക് ഡൗൺ ആണ്, നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഓക്കെ, ഇതിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ M100 എന്നാണ്. ഓക്കെ, ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിലുള്ള 100 സ്റ്റോക്സിലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ആപ്പ് സ്റ്റോക്സിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ M100 എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. കണ്ട, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കാണാം, 18.76 രൂപ. സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇവിടെ ക്വാണ്ടിറ്റി കൊടുത്തിട്ട് നമുക്ക് ബൈ ചെയ്യാം. അതേപോലെ തന്നെ ഉള്ളതാണ് ശരിയാ ബീസ് എന്ന് പറഞ്ഞിട്ട്, റിലയൻസിൻ്റെ തന്നെ ശരിയാ ഹലാലായിട്ടുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ആണ് ശരിയാ ബീസ്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ബൈ ചെയ്യാം. പക്ഷേ ഇതിന് ഒരു യൂണിറ്റിന് 314 ആണ്. വോളിയം വളരെ കുറവാണ്. അപ്പോൾ അതിന് ലിക്വിഡിറ്റി ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഇക്വിറ്റി ETFs ഉള്ളത്. ഒരുപാടുണ്ട് ലിസ്റ്റിൽ. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതേപോലെ തന്നെ ഗോൾഡ് ETFs ഉണ്ട്. ഗോൾഡ് ETFs ഞാൻ നേരത്തെ ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് AMCസിന് ഗോൾഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETFs ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡ് ബീസ് റിലയൻസിൻ്റെ തന്നെ ഉള്ളൊരു ETF ആണ്. ഇത് ഒരു ഏകദേശം ഒരു
ഒരു ഗോൾഡ് ബീസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 45.60 ആണ്. അപ്പോൾ പ്യുവർ ഗോൾഡ് ഏകദേശം 1 gram എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൂട്ടാം. ഓക്കെ, അങ്ങനെ ഗോൾഡിൻ്റെ ETFs നമ്മൾ കണ്ട്. അതേപോലെ തന്നെ വേൾഡ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പുറത്തത്തെ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ കുറച്ച് നാൾക്കുള്ളിൽ നമ്മുടെ ബ്രോക്കേഴ്സായ സറോദ അപ്സ്റ്റോക്സ് ഒക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡയറക്റ്റ് ഇക്വിറ്റി വാങ്ങിക്കാനുള്ള ഇത് കൊണ്ടുവരും. പക്ഷെ അതിനെക്കാട്ടി ഒരു ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ വേൾഡ് ഇൻഡസ്ട്രീസിൽ ട്രാക്ക് ചെയ്യുന്ന ETFs ബൈ ചെയ്യണത്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ മോസ്റ്റ് ഷെയർസ് നാസ്ഡാക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ETF ഉണ്ട്. N100 എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ജസ്റ്റ് അപ്സ്റ്റോക്സിൽ ജസ്റ്റ് N100 എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാസ്ഡാക്കിൻ്റെ 100 ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന് 870 rupees ഇതിൻ്റെ പ്രൈസ്. സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ നാസ്ഡാക്കിൽ ഇൻഡെക്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഓരോ ഇൻഡസ്ട്രീസിനെ ട്രാക്ക് ചെയ്തിട്ടുള്ള ഇത് നമ്മുടെ കയ്യിലുണ്ട്. ETF നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഡെറ്റ് ETFസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ETF ആണ് ഉള്ളതെന്ന് നമ്മളെല്ലാവരും കണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഇതറിയാത്ത ആളുകൾക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഇതേപോലെ തന്നെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.